ഹായ്, ഇന്ന് ഞാൻ വിനായക ചതുർത്ഥി സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ മോദകം, അതായത് നമ്മുടെ കൊഴുക്കട്ട തന്നെയാണ്. അതിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തി സ്പെഷ്യൽ ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പിയുടെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: അരിപ്പൊടി 1 കപ്പ്, ഉപ്പ് പാകത്തിന്, വെള്ളം 1/4 കപ്പ്, നെയ്യ് 1 ടീസ്പൂൺ, ചിരകിയ തേങ്ങ 1 കപ്പ്, ശർക്കര 1/2 കപ്പ്, കശുവണ്ടി, ബദാം, പിസ്ത എല്ലാം കൂടി പൊടിച്ചത് 4 ടീസ്പൂൺ, ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ഇടിയപ്പത്തിൻ്റെ മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മാവിലോട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ സാധാരണ ഉപ്പ് മാവിലാണ് ചേർക്കാറുള്ളത്. നിങ്ങൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുമ്പോൾ വെള്ളത്തിലാണ് ഉപ്പ് ചേർക്കാറുള്ളെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. എനിക്ക് എളുപ്പം ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ 1/4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് മാവിൽ ചേർത്തിട്ടില്ല എങ്കിൽ വെള്ളത്തിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് തിളച്ച ഉടനെ ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചായിരിക്കും കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം വേണ്ടി വരുന്നത്. അത് നിങ്ങൾ വാങ്ങുന്ന മാവിൻ്റെ കവറിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കും എത്ര വെള്ളമാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മാവാണെങ്കിൽ ഒരു 1-1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളം തണുക്കാൻ വയ്ക്കരുത്, തിളച്ച ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുഴയ്ക്കുമ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടിപ്പോവരുത്. അബദ്ധം വെച്ചാൽ വെള്ളം കൂടിപ്പോയാൽ ഈ ചൂടായിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാവ് ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം മാവ് ചേർക്കരുത്, അപ്പോൾ പരത്തുമ്പോൾ പൊട്ടിപ്പോവും. ഇനി ഇത് കുറച്ച് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ കുറച്ച് തണുത്തിട്ടുണ്ട്, കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒരു 5 മിനിറ്റ് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നിയാൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. കുഴച്ച് വരുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള മാവായിരിക്കണം. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇവിടെ കിട്ടുന്ന ശർക്കര നല്ല ശർക്കരയാണ്, അതിൽ കേടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ശർക്കര ഇട്ടത്. അല്ലെങ്കിൽ ശർക്കര ആദ്യം പാനി കാച്ചി അരിച്ചെടുക്കുക, എന്നിട്ട് അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിലോട്ട് 3-4 സ്പൂണ് ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിൽ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും ആണ് ചേർത്തിരിക്കുന്നത്. ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം, വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ 1-2 ഏലക്ക ചേർത്താലും മതി. ഇനി ഇത് വറ്റി വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ ഞാൻ എണ്ണ തടവിയിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കുക. ഇനി ചപ്പാത്തി പരത്തുന്ന പലവയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തുക. നല്ലപോലെ പ്രസ് ചെയ്ത് പരത്തരുത്, ഒട്ടിപ്പിടിക്കും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് കട്ടി കുറച്ച് പരത്തിയെടുക്കാൻ പറ്റും കയ്യിൽ വെച്ച് പരത്തുന്നതിനേക്കാളും. അല്ലെങ്കിൽ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്താലും മതി. ഇനി ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉരുട്ടിയല്ലേ എടുക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. കിഴി ഉണ്ടാക്കുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ട് മോൾ ഭാഗം ഒന്ന് കൂർപ്പിച്ചെടുക്കുക. ഈ മുകളിലോട്ട് വരുന്ന മാവ് കട്ടി കുറഞ്ഞിരിക്കണം. മുകളിലത്തെ ഭാഗം കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന മാവ് നമുക്ക് മാറ്റിക്കളയാം. അല്ലെങ്കിൽ വേവിച്ചെടുക്കുമ്പോൾ ആ ഭാഗത്ത് ഫില്ലിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കഴിക്കാൻ തോന്നില്ല. മോൾഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രോബ്ലം വരില്ല.
അപ്പോൾ നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന മാവ് മാറ്റിക്കളഞ്ഞാൽ മതി. ഇതുപോലെ ബാക്കി ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ എല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റൗണ്ടായിട്ട് തന്നെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ വിനായക ചതുർത്ഥി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയത്. ഇനി ഇത് ഇഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം. ഞാൻ ഇഡലി തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കൊഴുക്കട്ട വെച്ച് കൊടുക്കാം. ഇത് വേവിക്കാൻ വെക്കുമ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് മുകളിൽ തട്ട് വയ്ക്കുമ്പോൾ അതിൽ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊക്കം കുറവുള്ള കൊഴുക്കട്ടകൾ താഴെ വയ്ക്കുക. അതിനുശേഷം പൊക്കം കൂടുതലുള്ളത് മുകളിലോട്ട് വയ്ക്കുക. അല്ലെങ്കിൽ ഒരു തട്ടിൽ വെച്ചിട്ട് ആദ്യം വേവിച്ചെടുക്കുക, എന്നിട്ട് അടുത്തത് വേവിക്കുക. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സ്പൂണ് വെച്ചിട്ടോ ഒരു കമ്പി വെച്ചിട്ടോ കുത്തി നോക്കാം വെന്തോന്ന്. വെന്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നും പിടിക്കില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. വിനായക ചതുർത്ഥി സ്പെഷ്യൽ മോദകം റെഡി ആയിട്ടുണ്ട്. നെയ്യ് ചേർത്തേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഫെസ്റ്റിവൽ ഒക്കേഷനിൽ മാത്രമല്ല, നമുക്ക് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഈ നെയ്യുടെയൊക്കെ ടേസ്റ്റ് വരുന്നതുകൊണ്ട് കുട്ടികൾക്കും ഇഷ്ടമാവും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.